ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ അന്ന് മേടിച്ച് വെച്ചെന്ന് പറഞ്ഞില്ലേ, ആ തൈകൾ നടുന്നതാണ് കേട്ടോ. അപ്പോൾ ആദ്യം അതിനെ വെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിരുന്നിട്ട് അതിൻ്റെ വേരൊക്കെ ഒന്ന് മണ്ണ് വെച്ച് സെറ്റായിരിക്കുന്നതെന്ന് മാറാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ 3 പേരെയാണ് നടുന്നത്. ഇത് നമ്മൾ നേരത്തെ നട്ടൊരു പ്ലാവാണ് ഇപ്പോൾ കാണിച്ച. ഇത് ബേറാപ്പിൾ. ഇതും നമ്മൾ നേരത്തെ തന്നെ നട്ടിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല. അപ്പോൾ നമ്മുടെ കർഷകൻ കുഴിയെടുത്ത് ആ വെള്ളത്തിലിട്ട് വെച്ചിരുന്ന സാധനമാണ് കേട്ടോ. കുറച്ച് നേരം ഇട്ട് അതിൻ്റെ താഴത്തെ മണ്ണ് മാത്രം ഒന്ന് ഇളക്കിയതിന് ശേഷം നടുവാണേ. അപ്പോൾ ഇതാണ് നമ്മുടെ കർഷകൻ. ഇദ്ദേഹത്തിനാണ് ഈ മരവും ചെടിയൊക്കെ ഭ്രാന്ത് കയറി വാങ്ങുന്നത്. പ്രത്യേകിച്ച് ഈ പേര ഇദ്ദേഹത്തിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള സാധനമാണ് പേരയ്ക്ക. അപ്പോൾ പലതരത്തിലുള്ള പേരയ്ക്കയുടെ വെറൈറ്റിയൊക്കെ നോക്കിക്കൊണ്ട് കിടക്കുകയാണ്. ഒരു യെല്ലോ സ്ട്രോബെറി പേരയും ഉണ്ട്, പിന്നെ ഒരു റെഡ് സ്ട്രോബെറി പേരയും ഉണ്ട്. നേരത്തെ നട്ടത് ആർക്കാ കിരണാണ് കേട്ടോ. അപ്പോൾ 3 സ്ട്രോബെറി പേരയാണ് നമ്മൾ നടുന്നത്. ഇതിൻ്റെ കവറൊക്കെ പൊട്ടിച്ചിട്ട് ഇതിൻ്റെ താഴത്തെ ആ ഒരു വേരൊന്ന് നല്ലതായിട്ട് കിട്ടാൻ വേണ്ടിയാണ് ഈ വെള്ളത്തിൽ ഇങ്ങനെ മുക്കി വയ്ക്കുന്നത്. ഇതൊക്കെ നമ്മുടെ പറമ്പിൽ കുറച്ച് മരങ്ങളൊക്കെ മുറിച്ചിട്ട് അതിൻ്റെ കുറച്ച് അവശിഷ്ടങ്ങളാണ്, അതൊക്കെ എടുത്ത് മാറ്റണം. ഇനി കുറച്ച് പണിയൊക്കെ ഉണ്ട് ഇവിടെ. അപ്പോൾ ചെറിയ കുഴിയാണ് എടുത്തിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇത് വെച്ചൊന്ന് കുറച്ചതൊന്ന് പിടിച്ചതിന് ശേഷം മാത്രമേ പിന്നെ വളപ്രയോഗമൊക്കെ നടത്തുള്ളൂ. ആദ്യം ഇപ്പോൾ ഇങ്ങനെയാണ് വയ്ക്കുന്നത്. പിന്നെ ഇതിലിനി പുതയിടും കേട്ടോ, കരിയിലയൊക്കെ ഇട്ടിട്ട്. ഇപ്പോൾ മഴ സമയമായതുകൊണ്ടേ അതുകൊണ്ടാണ് ഒരുപാട് കൂടുതലായിട്ടൊന്നും ചെയ്യാത്തത്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് മണ്ണിലൊന്ന് പിടിച്ചു വരുമ്പോൾ വളം ഇട്ട് കൊടുത്താൽ മതി എന്നാണ് നമ്മുടെ കർഷകൻ പറഞ്ഞത്. എന്തായാലും സാറിച്ചിരി പണിയൊക്കെ എടുക്കുന്നുണ്ട്. ആലോചിക്കണം, ചെരുപ്പ് ഊരി എറിഞ്ഞിട്ട് പണിയെടുക്കുന്നു. എന്തായാലും പിടിച്ചു കിട്ടിയാൽ മതിയായിരുന്നു. എന്തായാലും കഷ്ടപ്പെട്ട് നടന്നതല്ലേ, പിടിച്ചു കിട്ടുമായിരിക്കും. അപ്പം നമ്മുടെ പേരയൊക്കെ ആയി. ബേറാപ്പിൾ നേരത്തെ നട്ടു. ഒരു പ്ലാവും ഒരു മാവും ഒക്കെ നട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കുറച്ച് പണിയൊക്കെ ഉണ്ട്. ഇനി കുറച്ച് കണ്ടവിടെയൊക്കെ ഒതുക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ബൈ.